നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. അരണാട്ടുകരയിൽ വീട്ടുപണിക്ക് സഹായിക്കാനെന്ന വ്യാജേനെത്തി സ്വർണ്ണാഭരണവും പണവും തട്ടിയെടുത്ത തമിഴ് സ്ത്രീ കൂടുതൽ സ്ഥലങ്ങളിൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. തട്ടിപ്പുകാരെ തിരിച്ചറിഞ്ഞത് TCV പ്രേക്ഷകർ. പടിയൂരിൽ അമ്മയുടെയും മകളുടെയും കൊലപാതകത്തിൽ പ്രതിയുടെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തുവിട്ടു. മരണപ്പെട്ട രേഖയുടെ രണ്ടാം ഭർത്താവ് പ്രേംകുമാറിന്റെ ഫോട്ടോയാണ് പോലീസ് പുറത്തുവിട്ടത്. പന്നിത്തടത്ത് ആളില്ലാതിരുന്ന വീട്ടിൽ നിന്ന് 32 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത സംഭവത്തിൽ മോഷ്ടാവിനെ കണ്ടെത്താനാകാതെ പോലീസ്. അന്വേഷണം കാര്യക്ഷമമല്ലെന്നറിയിച്ച് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ AC-ക്ക് തീപിടിച്ചു. ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും വിഭാഗത്തിലാണ് തീപിടിച്ചത്. ആളപായമില്ല. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി 16 കിലോമീറ്റർ ഓടി ജില്ലാ കളക്ടർ. പ്രകൃതിയോട് ഇണങ്ങിയുള്ള നിരവധി ടൂറിസം പദ്ധതികൾ ജില്ലയിൽ നടപ്പാക്കാൻ ആലോചനയുള്ളതായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ബക്രീദിന് സംസ്ഥാനത്ത് അവധി ഒരു ദിവസം മാത്രം. നേരത്തെ വെള്ളിയാഴ്ചയായിരുന്നു അവധി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ മാസപ്പിറവി വൈകിയതിനെ തുടർന്ന് ശനിയാഴ്ചയാണ് ബക്രീദ് ആഘോഷം. എൽത്തുരുത്ത് സെന്റ് മേരീസ് പള്ളിയുടെ സെമിത്തേരി പൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ട തർക്കം ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനിടയാക്കി. തൃശൂർ ACPയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സെമിത്തേരി തുറന്നിട്ട് താൽക്കാലികമായി പരിഹരിച്ചു. ജലനിരപ്പ് ഉയർന്നതോടെ ചെറുതുരുത്തി ഷൊർണൂർ ഭാഗത്ത് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള തടയണയുടെ ഷട്ടറുകൾ തുറന്നു. തടയണയുടെ ഷട്ടറുകൾ തുറക്കാത്തതിനെ തുടർന്ന് നേരത്തെ ജനങ്ങൾ ആശങ്ക അറിയിച്ചിരുന്നു. ആന ഇടഞ്ഞ് ആക്രമണം നടത്തിയാൽ ഉടമസ്ഥനും പാപ്പാന്മാർക്കുമായിരിക്കും ഉത്തരവാദിത്വമെന്ന് ഹൈക്കോടതി. ഉത്സവാഘോഷങ്ങൾക്കും മറ്റ് യാത്രയ്ക്കുമിടയിൽ ആന ഇടഞ്ഞ് ആക്രമണം നടത്തിയാൽ ഉടമസ്ഥനും പാപ്പാന്മാരും പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് ജസ്റ്റിസ് C. പ്രദീപ് കുമാർ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. പാവറട്ടി പെരിങ്ങാട് ക്ഷേത്രം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ റോഡരികിൽ വാഴ നട്ട് ഹിന്ദു ഐക്യവേദി പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം ഹിന്ദു ഐക്യവേദി പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുബിൻദാസ് ചിറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. തകർന്നു വീഴാറായ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. തിരുവല്ലോമല പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. പുന്നമ്പറമ്പ് മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വടക്കാഞ്ചേരി ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ കൊടിയേറ്റം നിർവഹിച്ചു. 13-നാണ് തിരുനാൾ. കൊടകര മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ആരോഗ്യ പ്രവർത്തക റോസ്ലി തോമസ് ക്ലാസ് നയിച്ചു. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡി സമൂഹ മഠത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് തൃക്കൂർ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ ശ്രീ രുദ്രജപം നടന്നു. ചടങ്ങിന് സമൂഹം പ്രസിഡന്റ് പ്രൊഫസർ ദേവനാരായണൻ, സെക്രട്ടറി S. ശിവരാമകൃഷ്ണൻ, മറ്റ് സമൂഹം അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു. ഞാറുനൊടിൽ ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയിൽ കരുമത്ര വടക്കേക്കര 2-ാം വാർഡിൽ നിന്ന് വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ ചെന്ന് ഉപഹാരം നൽകി ആദരിച്ചു. കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ വടക്കുംനാഥ ക്ഷേത്രാങ്കണത്തിൽ രാമായണ കഥയിൽ പ്രതിപാദിക്കുന്ന ശിംശബ വൃക്ഷത്തൈ നട്ടു. P. ബാലചന്ദ്രൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുജനപാൽ, ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കല്ലേറ്റുങ്കര K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ R. ആശ, PR അനിൽകുമാർ, PA സാബു എന്നിവർ നേതൃത്വം നൽകി. കനകമല വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു.
പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് NCPS തൃശൂർ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന വൃക്ഷത്തൈ നടീൽ പദ്ധതിയുടെ ഉദ്ഘാടനം ചന്ദനമരം നട്ട് സംസ്ഥാന സെക്രട്ടറി രഘു കെ മാരാത്ത് നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് CL ജോയി അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കരുമത്ര മഹാത്മാ യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ പാതയോരങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു. കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ K. കല ഉദ്ഘാടനം ചെയ്തു. ആദരണീയം സാംസ്കാരിക പൗരാവലി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ കുറ്റൂർ പൂങ്കുന്നം MLA റോഡിൽ ഇലഞ്ഞിമരം നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പുത്തൻപിടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പച്ചക്കറി വിത്ത് വിതരണം നടത്തി. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി കൈക്കാരൻ KA സണ്ണിക്ക് പച്ചക്കറി വിത്ത് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഒല്ലൂർ സെന്റ് വിൻസെന്റ് ഡി പോൾ ആശുപത്രിയിൽ പരിസ്ഥിതി ദിനാഘോഷം നടന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സെഫി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ലോക പരിസ്ഥിതി ദിനത്തിൽ വിയൂർ ജയിലിൽ ക്ഷിപ്രവനം പദ്ധതിക്ക് തുടക്കമായി. കാട് മൂടിക്കിടന്ന സ്ഥലം വൃത്തിയാക്കിയാണ് തൈകൾ നട്ടത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് അങ്കണത്തിൽ സ്ഥാപിച്ച ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റത്തിൽ നിർമ്മാണത്തിൽ അപാകതയെന്നാരോപിച്ച് പ്രതിപക്ഷം റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. പ്രതിപക്ഷത്തിന് വിഷയ ദാരിദ്ര്യമാണെന്നും പാർക്കിംഗ് സിസ്റ്റത്തിന് യാതൊരു തകരാറുമില്ലെന്നും മേയർ MK വർഗീസ്. തൃശൂർ കോർപ്പറേഷനിലെ ഹൈഡ്രോളിക് മൾട്ടി ലെവൽ പാർക്കിംഗിൽ വീണ്ടും കാർ കുടുങ്ങി. എറണാകുളം സ്വദേശിയുടെ കാറാണ് സിസ്റ്റം തകരാറിലായതിനെ തുടർന്ന് കുടുങ്ങിയത്. അരിമ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു. ഒരു കുട്ടിയടക്കം 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ജില്ലയിലെ യാത്രാ ദുരിതത്തിൽ ജില്ലാ ഭരണകൂടം കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ കേരള യൂത്ത് ഫ്രണ്ട് തൃശൂർ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങാട് പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പാവറട്ടി പഞ്ചായത്തിലെത്തി ചെളിയും മണലും ശേഖരിക്കുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. NH 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് മണൽ ശേഖരിക്കുകയെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സ്വന്തം കെട്ടിടത്തിന്റെ അപകടകരമായ ബലക്ഷയം മറച്ചുവെച്ച് തൃശൂർ കോർപ്പറേഷൻ മേയർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. സ്വന്തം കെട്ടിടത്തിന്റെ ബലക്ഷയം മറച്ചുവെച്ച മേയർക്ക് എങ്ങനെയാണ് അപകടാവസ്ഥയിലുള്ള മറ്റ് കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള ആത്മാർത്ഥത ഉണ്ടാവുകയെന്ന് ജോൺ ഡാനിയൽ ചോദിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി BJPയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല ശില്പശാല തൃശൂരിൽ സംഘടിപ്പിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഹരിദാസ് എറവക്കാട് രചിച്ച ഭാരതരത്നം എന്ന നോവൽ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ മന്ദിരത്തിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ ഫാം ഫെഡ് തട്ടിപ്പിനെതിരെ CPM സമരം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ ഫാം ഫെഡ് തട്ടിപ്പിന് ഇരയായവർ കൂട്ടായ്മ രൂപീകരിച്ചു. വാട്സാപ്പ് ഗ്രൂപ്പ് വഴി രൂപീകരിച്ച കൂട്ടായ്മയുടെ ആദ്യ യോഗവും ചേർന്നു. നഗരസഭാ വായനശാല ഹാളിൽ നടന്ന യോഗത്തിൽ 400ഓളം പേർ പങ്കെടുത്തു. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. വരന്തരപ്പള്ളി സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ ശിവാനന്ദനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കോർപ്പറേഷൻ പരിധിയിൽ SSLCക്ക് 100% വിജയം നേടിയ സ്കൂളുകളെയും +2 മികവ് തെളിയിച്ച സ്കൂളുകളെയും തൃശൂർ YMCA ആദരിക്കും. ശനിയാഴ്ച YMCA ഹാളിൽ സംഘടിപ്പിക്കുന്ന ആദരം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്യും. എരുമപ്പെട്ടി പഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന 5000 മൂവാണ്ടൻ മാന്തോപ്പ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പരിധിയിലെ അറപ്പാത്തോട് വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഗ്രാമലക്ഷ്മി മുതൽ വഞ്ചിപ്പുര വരെയുള്ള തോടാണ് വൃത്തിയാക്കുന്നത്.
ഏനാമാക്കൽ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീര സമ്പർക്ക കർഷക മൈത്രി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് അന്നമനട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യമായി ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PD ജോസ് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയും പ്രകൃതി സംരക്ഷണ സമിതിയും ചേർന്ന് ഓട്ടോ സ്റ്റാൻഡിൽ ഔഷധ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ ജോയ് കാവുങ്ങൽ തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭാ തല പരിപാടി മീണാലൂർ ഗ്രൗണ്ടിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ MR അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. വൈസ്പെൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് പുതുക്കാട് ടൗൺ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. OSK ഇന്റർനാഷണൽ പരിസ്ഥിതി ക്ലബിന്റെ ജില്ലാതല ഉദ്ഘാടനം ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഗാന്ധി ദർശൻ സമിതി കൺവീനർ AP വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പാറപ്പുറം LP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി ബാർ അസോസിയേഷൻ കലാഭവൻ മണി പാർക്കിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജി വിവിജ സേതുമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലക്കര മുസ്ലിം മഹല്ല് ജമാഅത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് അബ്ദുൽ കബീർ നിസാമി, ജനറൽ സെക്രട്ടറി മൊയ്തീൻ മുല്ലക്കര, ട്രഷറർ TS ഷജുദ്ദീൻ, സുദർ മുഅല്ലിം, നൌഷാദ് സയ്യിദി എന്നിവർ തൈനടലിന് നേതൃത്വം നൽകി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ നിയമ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് പ്രിയങ്ക രാജ് ക്ലാസ് നയിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിൽ പരിസ്ഥിതി ദിന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാന്നാമംഗലം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ M ഷാജഹാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രവീൺ A നായർ, KS ഷിജു എന്നിവർ ക്ലാസ് എടുത്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പാവറട്ടി കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തിരുത്തി സൗത്ത് SNV LP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ രജിസ്ട്രേഷൻ കോംപ്ലക്സിനുള്ളിൽ മിയാവാക്കി വനമൊരുക്കി. മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെന്റ് തോമസ് കോളേജിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനത്തിൽ നട്ട വൃക്ഷത്തൈകളുടെ പരിസരം വൃത്തിയാക്കി വളമിട്ട് സംരക്ഷണ കവചം സ്ഥാപിച്ച് വേറിട്ട പരിസ്ഥിതി ദിനാചരണം ഡയറക്ടർ ഫാദർ ജോബ് വടക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി വനിതാ കുടിൽ വ്യവസായ സഹകരണ സംഘത്തിൽ വൃക്ഷത്തൈ നട്ടു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NK പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് KS മിനി പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പാടൂർ സെന്ററിൽ ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി പദ്ധതിക്ക് തുടക്കമായി. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒല്ലൂർ വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു. കൗൺസിലർ കരോളി പെരിഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. അമല ആയുർവേദ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിസ്ഥിതി ദിനാചരണം പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അമല മെഡിക്കൽ കോളേജ് ആശുപത്രി ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ ആന്റണി പെരിഞ്ചേരി, ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.